അവിടെ ആ വീട് കണ്ടു. ഇതാണ് വയൽവാരത്ത് വീട്. ആ വീടിന്റെ മുമ്പത്ത് കുട്ടികളുടെ ഓണപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പൂർണ്ണ ഗർഭിണി. ഇതാണ് വയൽവാരത്ത് കുട്ടിപ്പെൺ. കൊച്ചുവിളയിൽ മാടനാശാന്റെ മകൾ ഭാര്യ കുട്ടിപ്പെൺ. അതാ ഓണപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിപ്പെണ്ണ് നേരെ എഴുന്നേറ്റ് ആ വീട്ടിലേക്ക് ആരോ നടന്നു വരികയാണ്. കുട്ടിപ്പെണ്ണ് നോക്കി. ഏതായാലും ഭർത്താവ് മാടനാശാനല്ല. കാരണം ഓണക്കാലമായാൽ വളരെ വൈകിയേ മാടനാശാൻ വീട്ടിലേക്ക് എത്തുന്ന കുട്ടിപ്പെണ്ണ ആളെ വ്യക്തമായി കണ്ടു. ഇത് വയറ്റാട്ടി പാടുവാണോ? പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് കുട്ടിപ്പെണ്ണിന് ചന്തയിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ വാങ്ങി വാഴ കൊടുക്കാനൊക്കെ ചതിച്ച് ആ പാടവരമ്പിലൂടെ അതാ നടന്നു വരുന്നു വയറ്റാട്ടി പാറും കുട്ടിപ്പള്ളിന്റെ അടുത്തേക്ക്. അവരുടെ നേരിട്ട് തുപ്പി. എന്നിട്ട് കുട്ടിപ്പള്ളി നമ്മൾ നോക്കി. തിരുവോണം അവിട്ടം ചതയം. എടി പെണ്ണെ, 3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു ഉള്ളി പിറക്കും. ചില സഹായങ്ങളൊക്കെ കുട്ടിപ്പള്ളി ചെയ്തു കൊടുത്തിട്ട് വൈറ്റാട്ടി പാട് പോയി. തിരുവോണം ഔട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പാടിന്റെ കണക്കിൽ ഉണ്ണി പിറക്കേണ്ട ദിനം. കുട്ടിപ്പണ്ണിന് വല്ലാത്ത ക്ഷീണം. പാട് അടുത്തന്നെയുണ്ട്. ശരീരത്തിലൊക്കെ വല്ലാത്ത വേദന. അവിടെയല്ല ആ വീട്ടിന്റെ ആ മുറിയിൽ കുട്ടിപ്പന്റെ പ്രസവം എന്നുകൊണ്ട് പിഴയും. അന്തരീക്ഷമൊക്കെ വല്ലാത്ത മാറ്റം. സസ്യഗതാഗതൻ ഏതോ ഒരു പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ നിശ്ചയമായി വെക്കുന്നു. ആ മുറിയിൽ അപൂർവമായ ഒരു സുഗന്ധം നിറയും. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ആ വൈകാരത്തിന് വേണ്ടി ഒരു കുഞ്ഞ് ധരിച്ചിരിക്കുന്നു. ഓണത്തും തുടങ്ങുന്ന സ്വർണ്ണ വർണ്ണത്തിലുള്ള ഒരു ആത്മീയ. ആ കുഞ്ഞിനെ കണ്ടത് വൈറ്റാട്ടി പാമ്പ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. എന്താ? കാരണം ഇങ്ങനെ ഒരുപാട് പ്രസവം കണ്ടിട്ടുണ്ട്. ആ ചെമ്പഴത്തിലെയും പരിസരത്തിലെയും ഒരുപാട് പ്രസവം എടുത്തിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വലിയ വായിൽ നിലവിളിക്കും, കരയും. പക്ഷെ ഈ കുഞ്ഞൻ കരയുന്നില്ല, അറിയില്ല. എല്ലാവരെയും നോക്കി അതാ ഓരോരുത്തരും തുളമ്പുന്ന ഒരു ദിവ്യ പുഞ്ചിരിയുമായി കൈകാൽ കിടന്ന് ചിരിക്കുന്നു ആ കുഞ്ഞ്.